ഹായ് ഗുഡ് മോർണിംഗ്. ഇന്നത്തെ മോർണിംഗ് വൈബും വ്യത്യസ്തമാണ്. എന്താണ് എന്നും വ്യത്യസ്തമാണെന്ന് പറയുന്നത് വെച്ചാൽ നമ്മൾ 99% വ്യത്യസ്തമായ പ്ലാന്റുകൾ കാണുമ്പോൾ മാത്രമാണ് വ്യത്യസ്തമായ പ്ലാന്റുകൾ എന്ന് പറയുന്നത്. ഈ പ്ലാന്റ് തന്നെ നിസ്സാരം എടുക്കാം. ഈ പ്ലാന്റ് മരമുല്ലയാണോ അല്ലെങ്കിൽ ചെറിയ വൈറ്റ് ഫ്ലവർ ഉണ്ടാവുന്ന നമ്മുടെ ഡിസംബർ ലേഡിയാണോ അങ്ങനെയൊക്കെ തോന്നിയേക്കാം. പക്ഷേ ഈ പ്ലാന്റ് അതൊന്നുമല്ല. കാരണം ഇതിൻ്റെ ഫ്ലവർ കാണുമ്പോഴാണ് നമുക്ക് ഇത് എന്താ പ്ലാന്റ് എന്ന് പോലും അതിശയിക്കുന്ന ടൈപ്പ്. എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറേ വ്യത്യസ്തമായ പേരുകളൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ആ പേരുകളൊന്നും വായിൽ കൊള്ളാത്തവ ആയതുകൊണ്ടും ഗ്രാമ്പൂവിന് ഫ്രാഗ്രൻസ് ആണ്, അതേപോലെ കുത്തുന്ന നല്ല സ്മെല്ലുണ്ട്. പക്ഷേ ഇതിന് അങ്ങനെ ഗ്രാമ്പൂ പോലെ ചെറിയ ബീഡ്സൊക്കെ ഉണ്ടാവുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇത് കണ്ടോ, അങ്ങനെ ചെറുത് പക്ഷേ ഇല്ല, അങ്ങനെ ഒരു വിത്ത് സീഡ് പോലത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇതിൻ്റെ ലീഫിനാണ് പ്രത്യേകത. ഡാർക്ക് ഗ്രീനും അതേപോലെ ഇതിൻ്റെ തണ്ടിനൊരു പ്രത്യേകത ഉണ്ട്. കാരണം ബ്രൗൺ തണ്ടാണ്, ആ ബ്രൗൺ തണ്ടിൽ ഗ്രീനും വൈറ്റും, അപ്പോൾ 3 കളറിൻ്റെ ഒരു കോമ്പിനേഷൻ വരുന്ന സമയത്ത് നല്ല ഭംഗിയാണ്. അതുപോലെ അതിൽ നിന്ന് പിന്നെയും വ്യത്യസ്തമായിട്ട് നോക്ക്, ഇതിൻ്റെ തളിരല്ല ലീഫ് വരുന്ന സമയത്ത് നല്ല രീതിയിലുള്ള വെരിഗേറ്റഡ് പോലത്തെ പ്ലാന്റ് ആയിട്ട് വരികയാണ്. പക്ഷേ അങ്ങനെയല്ല, ഇത് ഇങ്ങനെ മെച്യൂർഡ് ആവുന്നതിനനുസരിച്ച് ഗ്രീനായി മാറുകയാണ് ചെയ്യുന്നത്. എന്തായാലും ഇത് വാങ്ങിച്ച് കൊണ്ടുവന്ന ഒരാളുണ്ട്, നമുക്ക് അദ്ദേഹത്തിനോട് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. ജസീറാണ്, ഈ കാണുന്നതാണ്. ഹായ് ഗുഡ് മോർണിംഗ്. ഹായ് ഗുഡ് മോർണിംഗ്. ഇത് എവിടെ നിന്ന് വാങ്ങിയ ജസീറ? ഇത് നമ്മള് കാക്കവയലിൽ നിന്ന് വാങ്ങിയാണ്. എത്ര വർഷം മുമ്പ് വാങ്ങിച്ചത്? ഇതിപ്പോ ഏകദേശം ഒരു 5 വർഷം മുമ്പ്. ഇങ്ങനത്തെ ഒരു ഫ്ലവറാന്ന് അറിഞ്ഞിട്ട് വാങ്ങിച്ചത്? ഒരിക്കലും അല്ല, നമ്മള് നോർമൽ ഒരു ഫ്ലവർ എന്നുള്ള കൺസെപ്റ്റിൽ അങ്ങനെ വാങ്ങി. പേരെന്തെങ്കിലും പറഞ്ഞ ഓർമ്മയുണ്ടോ? അല്ല, അതിന്റെ പേര് ഓർമ്മയില്ല. ഏകദേശം 5 വർഷത്തിന്റെ മുകളിലായി. ഞാനിത് എത്ര കണ്ടിട്ടില്ല, കോമൺ ആയിട്ട് കണ്ടിട്ടില്ല. ഇല്ല, ഞാനും ഇത് വേറെ എവിടെയും കണ്ടിട്ടില്ല. നമ്മൾ ഈ ഒരു ഫ്ലവർ വരുന്നൊന്നും വിചാരിച്ചില്ല. നോർമൽ ഒരു ചെടി നട്ടു, അത് കുറച്ച് വളർന്നു കഴിഞ്ഞപ്പോ ഒന്ന് വെട്ടി റെഡിയാക്കി, വീണ്ടും പെട്ടെന്നാണ് ഈ ഒരു ഫ്ലവറും കാര്യങ്ങളും. ഇതിന് സീഡ് എന്തെങ്കിലും ഉണ്ടായോ? ഗ്രാമ്പൂവിന്റെ ഒരു സ്മെല്ല് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തത്. പ്രതീക്ഷിച്ചില്ല. ഇതിപ്പോ ഗ്രാമ്പു ആണെന്ന് അറിയില്ല, ഒരു ലീഫ് പൊട്ടിച്ചിട്ട് സ്മെല്ല് അടിച്ചാ നല്ല മണ സ്മെല്ലുണ്ട്. അപ്പൊ ഇതായിട്ട് ഫ്ലവർ ചെയ്യണോ അങ്ങനെ? ഇത് ഇങ്ങനെ ഒരു ഫ്ലവറിങ് വന്നത് ആദ്യമായിട്ട്. ഇതിപ്പോ സ്ഥലം എവിടെയാ? നമ്മള് സുൽത്താൻ ബത്തേരി കൊളകപ്പാറയിലാണ്. നമ്മളിത് ശരിക്കും വളർന്നൊരു ലെവലിൽ ഇട്ടാതെ കൊണ്ട് ഫുൾ വെട്ടിക്കളഞ്ഞു. പക്ഷെ ഈ സാധനം അധികം വെള്ളത്തിന്റെ ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് വീണ്ടും ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇതൊരു സ്ഥാപനത്തിലാണ്. സ്ഥാപനത്തിന്റെ പേരെന്താ? നമ്മളെ സ്ഥാപനത്തിന്റെ സ്പാനിയോ എക്സ്റ്റീരിയർ. അത് ഈ എക്സ്റ്റീരിയർ ഐറ്റംസ് ആണ് മെയിൻ ആയിട്ട് കൂടുതൽ. ഇവരെ TP ഏജൻസിക്ക് ഞാൻ കണ്ടിടത്തോളം ഏറ്റവും കൂടുതൽ പ്ലാന്റിനെ സ്നേഹിക്കുന്ന ഒരു ടീം തന്നെയാണ്. തീർച്ചയായിട്ടും എപ്പോഴും ഒരു പ്രകൃതിയോട് ഇണങ്ങിയിരിക്കുന്ന ഒരു ഐറ്റംസ് ആണ് നമ്മളതും. അതെ, നാച്ചുറൽ സ്റ്റോൺ ആൻഡ് ഐറ്റംസ് ആണ് കൂടുതൽ. ജസീർ തന്നെയാണ്. അതെ. ഇത് ഞങ്ങൾ പണ്ടൊരു തൈ വാങ്ങി കൊണ്ടുവന്ന് വെച്ചു. പിന്നെ കുറച്ച് 2 തൈ, നുണ പറയരുത്, അവിടെ തൈ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇതിനെ കുറിച്ച് പറയാം. അപ്പൊ ഈ പ്ലാന്റ് ആരെടുത്തെങ്കിലും ഉണ്ടെങ്കിലും ഇതിന്റെ ഫ്രാഗ്രൻസ് ഒക്കെ ആർക്കെങ്കിലും കിട്ടിയവരുണ്ടെങ്കിലും ഒക്കെ തീർച്ചയായും കമന്റിലൂടെ അറിയിക്കുക. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ഫ്രം ഗ്രീൻ ഹെവൻ.